ഹായ്, ഞാൻ ഡോക്ടർ നിവ, സൈക്യാട്രിസ്റ്റ് ആണ്. ഇതിന് മുന്നേയും ഞാൻ സ്കിസോഫ്രീനിയെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ ഈ അടുത്ത് സിബിൻ എന്ന കണ്ടസ്റ്റൻറ്റ് കുറേ ഇൻ്റർവ്യൂസ് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുറേ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സ് വരുന്നത് കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുമായിരുന്നു. സോ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ കണ്ടതാണ് അല്ലേ, സിബിന് അതിന്ന് ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ കാരണം എന്ന രീതിയിൽ ഇജക്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഞാനൊരു 4 വീക്സ് മുന്നേ റിലീസായ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു സിബിൻ്റെ. അപ്പോൾ അതിൽ സിബിൻ പറയുന്നുണ്ട്, സിബിൻ ആ സമയത്ത് സ്ട്രഗിൾ ചെയ്തപ്പോൾ കൊടുത്ത ഒരു സൈക്കാട്രിക് മെഡിസിൻ ഒലാൻസെപ്പൻ എന്ന് പറഞ്ഞ മെഡിസിനാണ്. അത് സ്കിസോഫ്രീനിയക്ക് കൊടുക്കുന്നതാണ്. എന്തിനാണ് എന്നെ അങ്ങനെ ലേബിൾ ചെയ്തത്, എന്നെ ഒരു ഭ്രാന്തനാക്കിയത് എന്തിനാണ് എന്നൊക്കെ അതിൽ ചോദിക്കുന്നത് കണ്ടു. സോ ഞാൻ അതുകൊണ്ട് ആ ടോപ്പിക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഒലാൻസെപ്പൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. സോ ആൻറ്റി സൈക്കോട്ടിക് എന്ന് പറഞ്ഞാൽ സൈക്കോട്ടിക് സിംറ്റംസിന് കൊടുക്കുന്ന മെഡിസിനാണ്. അത് സ്കിസോഫ്രീനിയ വൺ ഓഫ് ദ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ആണ്. എല്ലാ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിനെയും സ്കിസോഫ്രീനിയ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ പൊതുവേ ഇങ്ങനത്തെ മെഡിസിൻസ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുക ഗിവൺ ടു ഇൽനെസ്സസ് ലൈക്ക് സ്കിസോഫ്രീനിയ എന്ന് അതിൽ കാണിക്കത്തുള്ളൂ. സോ അതാണ് യൂഷ്വലി ഗൂഗിളിൽ കാണിക്കാറുള്ളത്. അത് ഏതൊരു ആൻറ്റി സൈക്കോട്ടിക് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ മെഡിസിൻ ഒരുപാട് കണ്ടീഷൻസിന് കൊടുക്കാറുണ്ട്. ചില സമയത്ത് ഒരു BPAD എന്ന് പറയും, അതായത് ഇപ്പോൾ മേനിയ പോലുള്ള സിംറ്റംസിൽ നമ്മളൊരു മൂഡ് സ്റ്റെബിലൈസിങ് ഇഫക്റ്റിന് വേണ്ടി ഇത് ആഡ് ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് ഡിപ്രഷൻ സിവിയർ ആയിട്ട് വരുന്ന സമയത്ത് അപ്പോഴും ആൻറ്റി ഡിപ്രസൻ്റ് എഫക്ട്സും കുറച്ചുള്ളത് കാരണം ഇത് ആഡ് ചെയ്യാറുള്ളതാണ്. സോ അങ്ങനെയൊക്കെയുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് സിബിൻ അത് കൊടുത്തു, എന്നെ എന്തിനൊരു ഭ്രാന്തനാക്കി ചിത്രീകരിച്ചു എന്നുള്ളതാണ് സിബിൻ്റെ ഒരു ചോദ്യം. സോ ആൻഡ് ഓൾസോ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ 6 മാസം കണ്ടിന്യൂസ് കൺസൾട്ട് ചെയ്താലേ ഡയഗ്നോസ് ചെയ്യാൻ പറ്റൂ എന്ന് കൂടെ പുള്ളി പറയുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലയെന്ന്. അത് അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് വലിയ പിടിയില്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. സോ സ്കിസോഫ്രീനിയ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കോർ സിംറ്റംസ് എന്നൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അതിൽ വൺ ഓഫ് ദ സിംറ്റംസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാലുസിനേഷൻസ്, പിന്നെ ഡെല്യൂഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിത് 6 മാസം വരെ കണ്ടിന്യൂസ് കൺസൾട്ട് ചെയ്യണമെന്നല്ല, 6 മാസം വരെ സിംറ്റംസ് നിലനിൽക്കുവാണെങ്കിൽ ഒരാൾക്ക് സ്കിസോഫ്രീനിയ ആണെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതാണ്. പിന്നെ നമുക്കിപ്പോൾ 6 മാസം വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ചില ആളുകളുടെ കണ്ടീഷനിൽ അല്ലേ. ചിലപ്പോൾ ഒരു 2-3 ദിവസത്തിൽ തന്നെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് വെച്ചിട്ട് ഒരു 6 മാസം കഴിയുമ്പോഴും അതിൻ്റെ സിംറ്റംസിൻ്റെ കുറച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിസോഫ്രീനിയ എന്ന് പറയും. അല്ലെങ്കിൽ ചില ആളുകൾ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെ ഒരു 2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളങ്ങനെ ഡയറക്റ്റ്ലി ഡയഗ്നോസിസിലേക്ക് പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു പ്രൊവിഷണൽ ഡയഗ്നോസിസ് എന്ന് പറയും. നമുക്ക് തോന്നുന്ന ഒരു ഡയഗ്നോസിസ് പ്രൊവിഷണൽ ആയിട്ട് വെക്കും, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ വേറെ ഡയഗ്നോസിസ് ഇങ്ങനെ നമ്മൾ കൊടുത്തു നോക്കും. നമ്മൾ ലേബിൾ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഈ സിറ്റുവേഷൻ നടന്ന സമയത്ത് നമ്മൾ കണ്ടായിരുന്നല്ലോ സിബിന് എന്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് അങ്ങനെ പ്രശ്നമുണ്ടായിരുന്നു. സോ അത്യാവശ്യം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ബിഗ് ബോസ് ആ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലേ. നമുക്ക് മത്സരിക്കണം, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ബാക്കിയുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇമോഷണലിയും മെൻ്റലിയും നമ്മൾ പിടിച്ചു നിൽക്കണം, ഫിസിക്കലിയും കുറേ ടാസ്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മോഹൻലാലിനെ പോലത്തെ ഒരു വലിയ മനുഷ്യൻ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് ആളിത്തിരി ഒന്ന് ഇതായിപ്പോയി. അതിൻ്റെ ഒരു റീസൺ ചിലപ്പോൾ ആളുടെ പേഴ്സണാലിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ക്രിറ്റിസിസം അങ്ങനെ ഒരു ഇതിൽ എടുക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം. ചില ആളുകൾ അങ്ങനെയാണ്, അതിപ്പോൾ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴേക്കും ആളിച്ചിരി വീക്കായിപ്പോയി. അത് കഴിഞ്ഞ ആ എപ്പിസോഡിൽ തന്നെ നമുക്കറിയില്ല ഇതിൽ എന്തൊക്കെ സത്യം ഉണ്ടെന്ന്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ കാണുന്നുള്ളൂ. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പഴയ എൻ്റെ ട്രോമാസ് ഓർമ്മ വരുവാണ്, എനിക്ക് ഇതുപോലെ ഇതിനു മുന്നേ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ് വന്നിട്ട് ശ്രീരേഖ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് അടുത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇതേപോലെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് ശരിയാകുമെന്ന് വിചാരിച്ച, പക്ഷേ കിടന്നപ്പോൾ എനിക്കിങ്ങനെ വോയിസസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയുന്നു, അതിനെക്കുറിച്ച് കുറ്റം പറയുന്നു എന്നൊക്കെ എനിക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. സോ അത് ചിലപ്പോൾ ഓക്കെ, ഞാൻ പറയുന്നില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കുണ്ടെന്നോ അല്ലെങ്കിൽ അത് കൊണ്ട് ഇയാൾ സൈക്കോട്ടിക് ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം
അത് കഴിഞ്ഞിട്ട് സിബിൻ അത്യാവശ്യം നോർമലായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ആളുടെ വേറെ ഒരു കാര്യങ്ങളും അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ അതൊരു ഇച്ചിരി നേരം അങ്ങനെ ഒന്ന് വന്നു പോയതായിരിക്കാം. അത് നമ്മൾ എക്സ്ട്രീം സ്ട്രെസ്സിൽ നമുക്ക് അങ്ങനെ വോയിസസ് കേൾക്കുന്ന പോലെ തോന്നാം. അത് ചിലപ്പോൾ നമ്മുടെ തന്നെ തോട്ട്സ് വരുന്നതായിരിക്കും. അപ്പോൾ ആൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ട് ഫ്രീസ് ചെയ്തതിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ പൊതുവേ ഒരു സൈക്യാട്രിക് ഇവാലുവേഷനിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ ശരിക്കും വോയിസ് കേൾക്കുവാണോ, അത് വോയിസ് കേൾക്കുന്ന പോലെ തോന്നുവാണോ, നിങ്ങളുടെ മനസ്സിൽ തന്നെ തോട്ട്സ് ആണോ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ശബ്ദത്തിൽ കേൾക്കുന്ന പോലെ തന്നെ, വേറൊരാളുടെ ശബ്ദം കേൾക്കുന്ന പോലെ തന്നെ കേൾക്കുവാണോ, ആ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് ഒരു മരുന്ന് കൊടുത്തത് തെറ്റ് തന്നെയാണ്. ആൻഡ് ഇപ്പോൾ ഇയാൾ ഫോഴ്സ് ചെയ്ത് അങ്ങനെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ആൾ അഗ്രസീവായിട്ടോ വേറെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. കാര്യം അത് കഴിഞ്ഞിട്ട് ആൾ കാര്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല അവർ ഫോഴ്സ് ചെയ്തോ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ആൻഡ് ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഇൻ്റർവ്യൂവിലാണെങ്കിലും സിബിനോട് ആങ്കർ മിസ്റ്റർ റോഹൻ അത്യാവശ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുറച്ച് ട്രിഗറിങ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഡിഫെൻസീവ് ആവുമായിരുന്നു. ആൾ പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്യുന്നു. പിന്നെ ഭയങ്കരമായിട്ടും എഗെയിൻസ്റ്റ് പറഞ്ഞ് ഭയങ്കര ഡിഫെൻസീവ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ അത് ആളുടെ നേച്ചറിലുള്ളതാവാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആങ്കർ വളരെ നൈസായിട്ട് മയത്തിലാക്കാൻ തുടങ്ങി. ഇയാൾ പറയുന്ന എല്ലാം സമ്മതിക്കുന്ന പോലെ, ഓ അതങ്ങനെയാണോ, ഓ അങ്ങനെയാണോ എന്ന് കുറച്ചുകൂടെ സോഫ്റ്റ് ആകുമ്പോൾ ആൾ പെട്ടെന്ന് അങ്ങ് സോഫ്റ്റായി പിന്നെ എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങുന്നുണ്ട്. ചിലപ്പോൾ അതും ഒരു പേഴ്സണാലിറ്റിയിൽ വരുന്ന ഒരു ട്രീറ്റാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാം ആൾ ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അത്രയും അങ്ങോട്ട് ട്രിഗേർഡ് ആയിപ്പോയത്. ആൻഡ് ആ ട്രിഗേർഡ് ആയ സമയത്ത് ചിലപ്പോൾ നമുക്കൊരു അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറയാം, അക്യൂട്ട് സൈക്കോട്ടിക് ബ്രേക്ക് ഡൗൺസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സിബിൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. കാര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ നോമിനേഷനിൽ പങ്കെടുക്കുന്നുണ്ട്, വേറെ എന്തോ ഒരു ടാസ്കിൽ നുണ പറയുന്ന കാര്യം അങ്ങനെ എന്തൊക്കെയോ അതിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു സൈക്കോട്ടിക് ബ്രേക്ക് ഡൗണിൽ ഇരിക്കുന്ന ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു സ്ട്രെസ്, അല്ലെങ്കിൽ പിന്നെ ആ ഇൻ്റർവ്യൂവിൽ തന്നെ ആൾ പറയുന്നുണ്ട്, സാധാരണ എനിക്ക് അങ്ങനെ ഒരു സ്ട്രെസ്സ് വന്നാൽ എനിക്കൊരു ഫ്രണ്ടിനോട് സംസാരിച്ചാൽ മാറും, സാധാരണ ഞാൻ അങ്ങനെയാണ് ഫ്രണ്ട്സിനോട് അങ്ങ് സംസാരിച്ച് തീർക്കും എന്നുള്ളത്. അതാണ് അടുത്തൊരു മിസ്കൺസെപ്ഷൻ. നമുക്ക് എപ്പോഴും തോന്നും ഗുഡ് തിങ്, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് നല്ലത് തന്നെയാണ്, നമുക്ക് ഒരു പെട്ടെന്നൊരു റിലാക്സേഷൻ ഉണ്ടാകാനും ഒരു വേറൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടാനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ അത്ര ട്രിഗേർഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് മിക്കവാറും നമ്മളുമായിട്ട് ട്യൂൺഡ് ആയിരിക്കും. അപ്പോൾ അവർ നമ്മൾ പറയുമ്പോൾ നമ്മളോട് സമ്മതിച്ച് തന്ന് നമുക്ക് ആ ഒരു സൂപ്പർഫിഷ്യലായിട്ടൊരു സാറ്റിസ്ഫാക്ഷനെ കിട്ടത്തുള്ളൂ. നമുക്ക് തോന്നും പ്രശ്നങ്ങൾ സോൾവ് ആണെന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവെ ആണുങ്ങൾ പറയുകയും ചെയ്യാറുണ്ട് അല്ലേ, ഞാനൊരു ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ശരിയാകും, ഞാൻ 2 അടിച്ചു കഴിഞ്ഞാൽ ശരിയാകും എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നം അവിടെ സോൾവ് ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തെറപ്പി എടുക്കണം അല്ലെങ്കിൽ പ്രൊഫഷണലിനോട് സംസാരിക്കണം എന്ന് പറയുന്നത്. അത് നമുക്ക് എന്തെങ്കിലും അസുഖമുള്ളത് കൊണ്ടോ നമുക്ക് ഈ പറഞ്ഞ പോലെ മാനസിക വിഭ്രാന്തി ഉള്ളത് കൊണ്ടോ ഒന്നുമല്ല. സോ നമ്മളുടെയൊക്കെ പേഴ്സ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്, നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. സോ അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ എങ്ങനെ അത് റെഗുലേറ്റ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്ന് ഹെൽത്തി ആയിട്ട് മനസ്സിലാക്കാനും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും വേണ്ടിയുള്ള ഒരു അവസരം മാത്രമാണ്. സോ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഒരിക്കലും ഒരു തെറപ്പിക്ക് പകരമാവില്ല. ഞാൻ സിബിനോട് തെറപ്പി എടുക്കാൻ പറയുന്നില്ല, വേറെ ആരെയും ഫോഴ്സ് ചെയ്യാനും ഞാൻ ആളല്ല. പക്ഷേ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത് നമുക്കൊരു ഡീപ്പ് ഹീലിംഗ് അല്ല, അത് നമുക്ക് സൂപ്പർഫിഷ്യലി വി ഫീൽ ഗുഡ്, നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ് നമ്മുടെ കോർ ഇഷ്യൂവിൽ നിന്ന്. പക്ഷേ വീണ്ടും ഇതേപോലത്തെ ട്രിഗേഴ്സ് വരുമ്പോൾ നമ്മൾ വീണ്ടും ട്രിഗേർഡ് ആകും. നമ്മൾ ആ ഒരു തിങ്ങിനെ നമ്മൾ നേരിടുന്നില്ല. നേരിട്ടാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്യുന്നില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സിബിൻ ഇത്രയും ട്രിഗേർഡ് ആയതും ഇത്രയും ഇറിറ്റേറ്റഡ് ആവുന്നതും സിബിൻ പറയുന്നുണ്ട്, ഞാൻ കരഞ്ഞില്ല എന്ന് പറയുന്നില്ല, എന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷേ എന്തിനാണ് എന്നെ ഒരു ഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചത്, എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നു മരുന്നെടുക്കുന്നുണ്ടോ എന്നൊക്കെ. അത് എനിക്ക് അറിയില്ല, അത് സിബിനും അങ്ങനെ ഒരു തോന്നൽ വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിലുള്ള ആ ഒരു തോട്ട് പ്രോസസ്സാണ്. നമുക്ക് എന്തെങ്കിലും അത് ആളുകൾക്ക് ഈ സൈക്യാട്രിക് പ്രോബ്ലംസിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് അല്ലേ. അതായത് നമുക്കൊരു ടെൻഷൻ, ഒരു വല്ലാത്തൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ, ഈ ബിഗ് ബോസ് പോലത്തെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ പെട്ടെന്ന് മോഹൻലാലിനെ പോലത്തെ ഒരു വലിയൊരാൾ നമ്മളോട് എന്തെങ്കിലും പറയുമ്പോൾ
നമ്മൾ ചിലപ്പോൾ തളർന്നു പോവാം. കാര്യം അത്രയും ഹൈപ്പിൽ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് ആ ഒരു ഇത് വരുമ്പോൾ നമ്മൾ തളർന്നു പോവാം. അത് സ്വാഭാവികമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസിനെ ബന്ധപ്പെട്ടിരിക്കും. ആ സമയത്ത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബന്ധപ്പെട്ടിരിക്കും. അത് നമുക്ക് എങ്ങനെയാണ് ഇത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവെന്നതുപോലെ ഇരിക്കും. സോ അത് കാണുമ്പോഴേക്കും നമ്മൾ ഒരു ആളെ അയാൾക്ക് വട്ടാണ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ചിന്താഗതികളുടെ പ്രോബ്ലമാണ്. അത് സൈക്കാട്രിക് പ്രോബ്ലംസിനെ കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ സ്കിസോഫ്രീനിയ ആണ്, എന്നെ ഭ്രാന്തനാണ്, എന്നെ റിലേറ്റീവ്സ് മാറ്റി നിർത്തുന്നു. എന്തിനു മാറ്റി നിർത്തണം? ഇപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലംസ് ഉള്ള ആളുകളെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. ഇനി അത് മരുന്ന് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിനത്രയും നമ്മൾ ഹേർട്ട് ആവേണ്ട കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ അത്രയും അവജ്ഞയോടുകൂടി കാണുന്നത് കൊണ്ടാണ്. അതൊരു നമ്മളെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നമല്ല. നമ്മളെല്ലാം മനുഷ്യരാണ്. നമുക്ക് എല്ലാവർക്കും ആൻസൈറ്റി ഉണ്ടാവാം, ഡിപ്രഷൻ വരാം, സൈക്കാട്രിക് പ്രോബ്ലംസ്, സൈക്കോട്ടിക് ഇൽനെസ്സസ്, മൂഡ് ഡിസോർഡേഴ്സ്, എന്ത് വേണമെങ്കിലും വരാം. ആർക്ക് വേണമെങ്കിലും വരാം. എനിക്കും വരാം, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം. ആരും ഇതിനെതിരെ ഒരു പ്രതിരോധ ശേഷി അങ്ങനെ ഭയങ്കര പീക്ക് ലെവൽസിലൊന്നും ഇല്ല. സോ അത് മനസ്സിലാക്കുക. ആൻഡ് സിബിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും. സിബിൻ അത് വളരെ ട്രിഗേർഡ് ആയത് സൊസൈറ്റിയുടെ ഒരു ഐഡിയ സിബിന് വല്ലാതെ കോർണർ ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടാകും. ആൾക്ക് ഇതെങ്ങനെയാണ് ഫ്രേസ് പറയേണ്ടതെന്ന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ആൾക്കാർ ചോദിക്കുമ്പോൾ ഭയങ്കര ട്രിഗേർഡ് ആവുന്നത്. അത് വേറൊരു കാര്യമായിരിക്കാം. പിന്നെ ആൾക്ക് ഏറ്റിട്ടുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, നമ്മൾ ചെയ്യാത്ത അല്ലെങ്കിൽ നമുക്കില്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ, അതും സൊസൈറ്റിയിൽ ഇത്രയും സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതായിരിക്കാം. സോ അതിനെതിരെ ഇച്ചിരിയും കൂടെ മെച്യൂറായിട്ട് റിയാക്ട് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് സൈക്കാട്രിക് പ്രോബ്ലംസിനെ കുറിച്ചും ഇൽനെസ്സിനെ കുറിച്ചും ഒരു അവയർനെസ് കൂടി ആയിരിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. എന്തായാലും സിബിന് സ്കിസോഫ്രീനിയ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മരുന്ന് കൊടുത്ത് ചിലപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായ ആ ഒരു ഡിസ്ട്രെസ് കണ്ടപ്പോൾ ഡോക്ടർ ചിലപ്പോൾ ഈ വോയിസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലപ്പോൾ തെറ്റായിട്ട് ഡയഗ്നോസ് ചെയ്തതായിരിക്കാം. കാര്യം സിബിൻ തന്നെ പറയുന്നുണ്ട് ഒരു ഇച്ചിരി നേരം സംസാരിച്ചുള്ളൂ. പക്ഷേ ആ സിബിൻ പറഞ്ഞ രീതി അതിങ്ങനെ ആയതുകൊണ്ട് ആ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം. നമുക്ക് എത്ര ഡോസാണ് കൊടുത്തതെന്ന് അറിയില്ല. ആ ഒരു എമർജൻസി സിറ്റുവേഷൻ പോലെ വന്നപ്പോൾ ചിലപ്പോൾ അവരങ്ങനെ ചെയ്തതായിരിക്കാം, നമുക്ക് അറിയത്തില്ല. ഓക്കെ, സോ അതിൽ ആധികാരികമായി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഈ ഒരു ടോപ്പിക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകാമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. സോ നിങ്ങൾക്ക് ആ സ്കിസോഫ്രീനിയെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ബിഗ് ബോസിൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെയാണ് ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത്. അതൊന്ന് കണ്ടു നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നതിന് താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, താങ്ക് യു, ബൈ.